വചനവീഥിയിലൂടെ ഫാദർ ജെ.ബി. പുത്തൂർ. വിശുദ്ധ മത്തായി രചിച്ച യേശുവിന്റെ സുവിശേഷം അധ്യായം 26 6 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. ബഥാനിയായിലെ തൈലാഭിഷേകം. യേശു ബഥാനിയായിൽ കുഷ്ഠരോഗിയായ ശിമയോന്റെ ഭവനത്തിൽ ഇരിക്കുമ്പോൾ വിലയേറിയ സുഗന്ധതൈലം നിറച്ച ഒരു വെൽക്കൽ പാത്രവുമായി ഒരു സ്ത്രീ അവനെ സമീപിച്ചു. അവൻ ഭക്ഷണത്തിനിരിക്കുമ്പോൾ അവൾ തൈലം അവന്റെ ശിരസിൽ ഒഴിച്ചു. ഇത് കണ്ട ശിഷ്യന്മാർ കോപത്തോടെ, എന്തിനീ പാഴ്ചെലവ്? ഈ സുഗന്ധ തൈലം നല്ല വിലയ്ക്ക് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കാമായിരുന്നില്ലേ? യേശു ഇത് ഗ്രഹിച്ച് അവരോട് പറഞ്ഞു, എന്തിനു നിങ്ങൾ ഈ സ്ത്രീയെ വിഷമിപ്പിക്കുന്നു? ഇവൾ എനിക്ക് വേണ്ടി ഒരു നല്ല കാര്യം ചെയ്തിരിക്കുന്നു. ദരിദ്രർ എപ്പോഴും നിങ്ങളോട് കൂടെയുണ്ട്, ഞാനാകട്ടെ എപ്പോഴും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കുകയില്ല. എന്നെ സംസ്കരിക്കുന്നതിനുള്ള ഒരുക്കമായിട്ടാണ് ഇവൾ എന്റെ ശരീരത്തിൽ തൈലം പൂശിയത്. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ലോകത്തിൽ എവിടെയെല്ലാം ഈ സുവിശേഷം പ്രസംഗിക്കപ്പെടുമോ അവിടെയെല്ലാം ഇവൾ ചെയ്ത കാര്യവും ഇവളുടെ സ്മരണയ്ക്കായി പ്രസ്താവിക്കപ്പെടും. ബഥനിയായിലെ തൈലാഭിഷേകം. യേശുവിനെ സംബന്ധിച്ച് വളരെ പരിചിതമായ ഒരു സ്ഥലമാണല്ലോ ബഥനിയ. അവിടെയായിരുന്നു യേശുവിന്റെ സ്നേഹിതനായ ലാസറിന്റെ ഭവനം. ആ ഭവനത്തിൽ യേശു ചിലപ്പോഴൊക്കെ പോകാറുണ്ടായിരുന്നു എന്ന് സുവിശേഷത്തിൽ നിന്ന് നാം മനസ്സിലാക്കുന്നു. വിശുദ്ധ മത്തായിയുടെ വിവരണമനുസരിച്ച് ഇപ്രാവശ്യം യേശു ബഥനിയായിലെ കുഷ്ഠരോഗിയായ ശിമയോൻ എന്നു പേരുള്ള ഒരു മനുഷ്യന്റെ വീട്ടിലെ അതിഥിയായിട്ട് കടന്നു ചെന്നിരിക്കുകയാണ്. ശിഷ്യന്മാരും കൂടെയുണ്ട്. യേശുവിനും ശിഷ്യന്മാർക്കുമായി ഒരുക്കിയിരിക്കുന്ന വിരുന്ന് സൽക്കാരം ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് യേശു. ആ സമയത്താണ് ഒരു സ്ത്രീ വളരെയേറെ വിലപിടിപ്പുള്ള സുഗന്ധദ്രവ്യത്തിന്റെ ഒരു കുപ്പിയുമായി അവിടേക്ക് കടന്നു വരുന്നത്. ആ സ്ത്രീ ഭക്ഷണം ആസ്വദിച്ചുകൊണ്ടിരുന്ന യേശുവിന്റെ ശിരസിൽ ആദരവോടുകൂടെ ആ തൈലം ഒഴിക്കുന്നു. സ്ത്രീയുടെ ഈ പ്രവൃത്തി അവിടെ ഉണ്ടായിരുന്ന ശിഷ്യന്മാർക്ക് രസിച്ചില്ല. അത് അവർ പ്രകടിപ്പിക്കാനും ഇടവരുന്നു. അവർ പറയുന്നു, എന്തിന് ഈ പാഴ്ചെലവ്? ഈ ഇത്രയും വില കൂടിയ സുഗന്ധദ്രവ്യം വിറ്റ് അതിൽ നിന്ന് കിട്ടുന്ന പൈസ പാവപ്പെട്ടവരെ സഹായിക്കാൻ വേണ്ടി ഉപയോഗിക്കാമായിരുന്നില്ലേ എന്ന രീതിയിലാണ് അവരിൽ ചിലർ അഭിപ്രായപ്പെട്ടത്. എന്നാൽ യേശു അവരുടെ അഭിപ്രായം ശ്രദ്ധിച്ചിട്ട് അവരുടെ അഭിപ്രായത്തോട് കൂട്ടുചേരുന്നതായിട്ടല്ല നാം കാണുന്നത്. ആ സ്ത്രീയെ ന്യായീകരിച്ചുകൊണ്ടാണ് യേശു സംസാരിക്കുന്നത്. യേശു പറയുന്നു, അവൾ നല്ലൊരു കാര്യം ചെയ്തിരിക്കുന്നു. എന്തിന് ആ സ്ത്രീയെ നിങ്ങൾ ബുദ്ധിമുട്ടിക്കണം? എന്റെ സംസ്കാര ശുശ്രൂഷ മനസ്സിൽ കണ്ടുകൊണ്ടായിരിക്കണം അവള് ഈ അഭിഷേകം ഇപ്പോൾ നടത്തിയത്. അവൾ ചെയ്ത ഈ സ്നേഹത്തിന്റേതായിട്ടുള്ള ഈ പ്രകടനം എന്റേതായിട്ടുള്ള സുവിശേഷം പ്രസംഗിക്കപ്പെടുന്ന എല്ലാ സ്ഥലങ്ങളിലും ഇവളുടെ ഈ പ്രവൃത്തിയും പ്രസംഗിക്കപ്പെടും എന്നും യേശു കൂട്ടിച്ചേർക്കാൻ മറക്കുന്നില്ല.